ചില ഭക്ഷണങ്ങളോട് നമുക്ക് അമിതമായിട്ടുള്ള ആസക്തി, ക്രേവിംഗ് തോന്നുന്ന കണ്ടിട്ടില്ലേ? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ആഗ്രഹമാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറും, നമുക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഈ ക്രേവിംഗ് ഉള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എന്നാലല്ല, നമ്മുടെ ശരീരത്തിൽ ചിലതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ ചില രോഗങ്ങളുടെ ഭാഗമായിട്ടോ ചില ലക്ഷണങ്ങളുടെ ഭാഗമായിട്ടോ നമുക്ക് ചില ഭക്ഷണങ്ങളോട് ക്രേവിംഗ് വരാം. ഒന്നാമത്തത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റിനോട് ആസക്തി വരുന്നത് മധുരത്തിനോടുള്ള തോന്നൽ മാത്രമല്ല, എപ്പോഴും അമിതമായിട്ട് വിശപ്പ് തോന്നുന്നവരിൽ, ഇൻസുലിൻ മെറ്റബോളിസം വ്യത്യാസമുള്ളവരിൽ ചോക്ലേറ്റ് കഴിക്കണമെന്ന് തോന്നി വരാം. സ്ട്രെസ് അമിതമായിട്ടുള്ളവരിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അമിതമായി ടെൻഷൻ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് അവരുടെ ഇടയ്ക്കിടയിൽ കഴിച്ചു എന്ന് വരാം. കൂടാതെ ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീകൾക്കും ചോക്ലേറ്റിനോട് താല്പര്യം വരും. മെഗ്നീഷ്യം ശരീരത്തിൽ കുറഞ്ഞു പോയിരുന്നാലും ചോക്ലേറ്റിനോട് താല്പര്യം വരും. അടുത്തത് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. പലപ്പോഴും കടയിൽ പോയി കോള വാങ്ങി കുടിക്കുന്നു, ഒരു സോഡ വാങ്ങി പൊട്ടിച്ച് കുടിക്കുന്ന ആൾക്കാരില്ലേ? നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ട് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ ഒക്കെ കൂടുതൽ കുടിക്കണം തോന്നും. അമിതമായി മധുരത്തിനോട് ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോളകൾ വാങ്ങി കുടിച്ചുകൊണ്ടേയിരുന്നു എന്ന് വരാം. ഉപ്പിട്ട സാധനങ്ങൾ വാങ്ങി കഴിക്കുക, വറപൊരി സാധനങ്ങൾ കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായി, ശരീരത്തിൽ ജലാംശം വല്ലാണ്ട് കുറഞ്ഞു പോകുന്നുള്ള എന്റെ ലക്ഷണമാണ്. ശരീരത്തിൽ സോഡിയം കുറഞ്ഞു പോയിരുന്നാൽ നിങ്ങൾക്ക് ഉപ്പിനോട് വല്ലാണ്ട് കഴിക്കണം എന്നൊരു തോന്നലൊന്നും വരാം. ചിലർ ടെൻഷൻ മാറ്റുന്നതിന് വേണ്ടി ഉപ്പിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് കാണാം. എന്നാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നു, ഒന്നും ചെയ്യാനില്ല എന്നാണ് തോന്നുന്നതിന്റെ ഭാഗമായിട്ട് ഉപ്പിട്ട് വറവൊരു സാധനങ്ങൾ വാങ്ങി ചിലവര് കഴിച്ചുകൊണ്ടേയിരുന്നു എന്ന് വരാം. ചിലർക്ക് ഐസ് കട്ടയോട് താല്പര്യം കണ്ടിട്ടില്ലേ? ഐസ് വാങ്ങിച്ച് കടിച്ചു പൊട്ടിച്ച് കഴിക്കുന്ന ആൾക്കാര്, നിങ്ങൾക്ക് അനീമിയ ഉണ്ടെങ്കിൽ, ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, വിളർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസിനോട് ഒരു പ്രത്യേക താല്പര്യം വരാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ക്രേവിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒന്ന് ഒത്തു നോക്കുക.